പക്ഷേ ഈ പറയുന്ന രാജേഷ് കിഷോർ എന്ന് പറയുന്ന ആൾ പറയുന്നത് എത്ര ഈ പ്രായം 72 വയസ്സുള്ള മനുഷ്യൻ പറയുന്നത് എന്ത് ദൈവത്തിൽ നിന്ന് ഡിവൈനായിട്ട് പറഞ്ഞു അയാളെ ഷുവർ ചെയ്യാൻ. കാരണം ഇതാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ പല വീഡിയോയിലും പല പ്രാവശ്യം പറയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഇവിടുത്തെ അപ്പർ കാസ്റ്റിന്റെ ഉള്ളിൽ ഈ ജാതീയത എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നിങ്ങൾ എത്രയോ സംഭവം ഉണ്ടായിട്ടുണ്ട്. പല യൂണിവേഴ്സിറ്റിയിലും PhD ഒക്കെ എടുത്തു വരുന്ന ഈ ബാക്ക്വേർഡ് ക്ലാസ്സും അവരെയൊക്കെ ചെയറിലിരിക്കാൻ സമ്മതിക്കത്തില്ല. ആന്ധ്രയിലുണ്ടായില്ലേ സംഭവം, മറ്റു പലയിടത്തും ഉണ്ടായില്ലേ, ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടായില്ലേ. സ്കൂളുകളിൽ ഇവർക്കൊക്കെ ഇരിക്കാൻ വേറെ ടേബിളാ. അതാണ് ഇത് മാറ്റാൻ വലിയ പാടാണ്. ഇത് അവരാണ് ഇവിടെ ഹിന്ദു ഏകീകരണം എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഈ ബാക്ക്വേർഡ് ക്ലാസ്, അതായത് ഈ ദളിത്, അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ജോലി ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന സനാതനി എന്ന് പറയുന്നത് പക്ക ഉടായിപ്പിന്റെ നമ്പർ 1 സാധനമാണ്. ഞാൻ സംശയമുള്ളവർ നിങ്ങൾ മനുസ്മൃതി എടുത്ത് വായിച്ചു നോക്ക്, അപ്പോഴേ പിടി കിട്ടത്തുള്ളൂ എന്തുവാണ് ഈ സാധനം. അതായത് അവർക്ക് അപ്പർ കാസ്റ്റ്, ബ്രാഹ്മണൻ അപ്പർ കാസ്റ്റ്, അവരേ ഉള്ളൂ സത്യം, അവർക്കേ ഉള്ളൂ ബോധം, അവരാണ് ദൈവത്തിന്റെ അടുത്തയാള്. ബാക്കിയൊന്നും മനുഷ്യരല്ല, മൃഗത്തെക്കാളും കഷ്ടമായിട്ടാണ് കാണുന്നത്. ഇതാണ് ഇന്ത്യ എന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപമാണ് ഈ കാസ്റ്റിസം, ശാപം. അപ്പൊ ഞാൻ അതിനെപ്പറ്റി പറയുമ്പോൾ ചില ആൾക്കാർക്ക് പൊള്ളുന്നതിന്റെ കാര്യമുണ്ട്. കാരണം ഞാൻ യഥാർത്ഥ സത്യമാണ് പറയുന്നത്. ആഹാരം എന്ത് കഴിക്കണം അവർ തീരുമാനിക്കും. അത് ആഹാരം ഉണ്ടാക്കുന്ന പാടത്ത് നിന്ന് ജോലി ചെയ്യുന്ന ബാക്ക്വേർഡ് ക്ലാസ്. അവരെന്ത് ആഹാരം കഴിക്കണം എന്ന് ഇവരാ തീരുമാനിക്കുന്നത്. അവനെവിടെ എഡ്യൂക്കേഷന് പോകണം, അവൻ ഇംഗ്ലീഷ് പഠിച്ചുകൂടാ, അവൻ നന്നായി വസ്ത്രമിട്ട് നടന്നുകൂടാ, അവൻ നല്ല ഏതെങ്കിലും ജോലി ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാനിപ്പോൾ ഡൽഹി വന്നിട്ട് ഇത്രയും വർഷമായി, എനിക്കറിയാവുന്ന പല ഓഫീസുകളൊക്കെയാണ്. അതിൻ്റെ അകത്ത് ഈ റിസർവേഷൻ കൊണ്ട് ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിന് OBC ഒക്കെ കയറി വന്നു പല ഓഫീസുകളിലുമായി. ഇവരെ പോയി സാറെന്ന് വിളിക്കാൻ പേടിയെന്നല്ല, അവൻ ഇഷ്ടമല്ല. കാരണം അവൻ ബാക്ക്വേർഡ് ക്ലാസ്. ഇവർ ആദ്യം നോക്കുന്നതിൻ്റെ പേരാ നോക്കുന്നത്. ഈ പേര് വായിക്കുമ്പോൾ തന്നെ അവർക്ക് പിടികിട്ടുക ഇത് കാസ്റ്റാണ്. അങ്ങനെ പോകുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ ഖജറാവുമായിട്ട് വിഷ്ണു ടെമ്പിളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഇയാളെ ജസ്റ്റിസ് ഗവായി അറ്റാക്ക് ചെയ്ത ആരാ? ഈ പറയുന്ന അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൻസ്. അവർക്കറിയാം